കനത്ത മഴയിൽ വലഞ്ഞ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ. ജമ്മു കാശ്മീരിലും ഉത്തരാഖണ്ഡിലും കനത്ത മഴ തുടരുകയാണ്. ഉത്തരാഖണ്ഡ് ഡെറാഡൂണിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത പാലത്തിൽ കനത്ത മഴയിൽ കേടുപാടുകൾ സംഭവിച്ചു. ജമ്മു കാശ്മീരിൽ സർക്കാർ സ്ഥാപനങ്ങൾ വെള്ളത്തിലായി. രജൌരിയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് ഒഴിപ്പിച്ചു. ദില്ലി, ഗുജറാത്ത്, മഹാരാഷ്ട്ര, UP, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അസമിൽ പ്രളയബാധിതർക്ക് അടിയന്തര നഷ്ടപരിഹാരം ഉറപ്പാക്കും. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുകയാണ്. അഭിനന്ദ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അസം പ്രളയവുമായി ബന്ധപ്പെട്ട ദുരിത വാർത്തകളാണ് പുറത്തു വന്നത്. എങ്കിൽ ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ആകെ ജമ്മു കാശ്മീരിലടക്കം വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത്. കനത്ത മഴയെ തുടർന്ന് വ്യാപകമായ മഴക്കെടുതികളാണ് സംസ്ഥാനങ്ങളിലെമ്പാടും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിൽ ശക്തമായ മഴയാണ് ഉണ്ടായിരിക്കുന്നത്. ഉത്തരാഖണ്ഡ് ഡെറാഡൂണിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത പാലത്തിന് കനത്ത മഴയിൽ കേടുപാടുകൾ, വലിയ ഗർത്തം തന്നെയാണ് ഇന്ന് രാവിലെയോടുകൂടി രൂപപ്പെടുകയും ചെയ്ത ഗർത്തമടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പ്രചരിക്കുകയാണ്. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ ഈ എക്സ്പ്രസ് വേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഉദ്ഘാടനം ചെയ്ത് 12 ദിവസം മുമ്പായിരുന്നു ഉദ്ഘാടനം ചെയ്ത സ്വപ്ന പദ്ധതി എന്നൊക്കെ പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത ആ റോഡിലാണ് ഇത്തരത്തിൽ വലിയ ഗർത്തം രൂപപ്പെടുകയും ഇപ്പോൾ ഗതാഗത തടസ്സം അനുഭവപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ 9 ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ജില്ലകളിലെ സ്കൂളുകൾക്ക് മുഴുവനായും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. കശ്മീരിലേക്ക് വരികയാണെങ്കിൽ മഴ തുടരുകയാണ്. സർക്കാർ സ്ഥാപനങ്ങൾ വെള്ളത്തിനടിയിലാണ്, സ്കൂളുകൾ വെള്ളത്തിനടിയിലാണ്. രജൌരിയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു. ഇതിനിടയിൽ കനത്ത മഴയിൽ റോഡിന്റെ ഇരുവശത്തും വലിയ വെള്ളക്കെട്ടുണ്ടായതിനെ തുടർന്ന് ഒരു ബസ് ഇപ്പോൾ മറിഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടില് നിയന്ത്രണം വിട്ട് തള്ളിക്കയറുകയായിരുന്നു. അവിടെ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് ഇത്തരത്തിലേക്ക് മറിഞ്ഞത്. 39 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. അസമിലേക്ക് വരികയാണെങ്കിൽ അസമിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ തന്നെ ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ ഉന്നതതല യോഗം മുഖ്യമന്ത്രി വിളിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി സംസാരിച്ച് സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന ഘട്ടത്തിലേക്കും കടന്നു. ദില്ലിയിലേക്ക് വരികയാണെങ്കിലും മഴയാണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിമാനയാത്രികർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ദില്ലി ഇന്ദിരാഗാന്ധി വിമാനത്താവളം രംഗത്തെത്തിയിട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനം വൈകാൻ സാധ്യതയുണ്ട് എന്നാണ് യാത്രക്കാർക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് സ്റ്റാറ്റസുകൾ കൃത്യമായി പരിശോധിക്കണം. ഏതെങ്കിലും ഘട്ടത്തിൽ വിമാനങ്ങൾ വൈകുകയാണെങ്കിൽ അത് കൃത്യമായി അറിയിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ എയർപോർട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് കൂടി ഇപ്പോൾ പറയുകയാണ്. ഹിമാചൽ പ്രദേശിലും ശക്തമായ മഴ തുടരുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അവിടെ ജമ്മു കാശ്മീരിൽ അടക്കം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകെ കനത്ത മഴയാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്.